നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായക കഥാപാത്രത്തിലെത്തിയ എമ്പുരാൻ സിനിമ അണിയറക്കാർ ആഗ്രഹിച്ചതുപോലെയല്ല ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്നത്. ഹിന്ദുത്വ വർഗീയവാദികളുടെ ബഹളത്തിനൊടുവിൽ വെട്ടിക്കൂട്ടി ഏതോ പരുവത്തിലാക്കി പുതിയ പതിപ്പ് അവതരിപ്പിക്കാൻ അതിൻ്റെ നിർമ്മാതാക്കൾ നിർബന്ധിതരായി. 2002 ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുത്വ ഭീകരർ നടത്തിയ പൈശാചികമായ ആക്രമണത്തിൻ്റെ കഥ പറയുന്ന സിനിമയെ നിശബ്ദമാക്കാൻ നരേന്ദ്രഭായിയുടെ അനുയായികൾ നടത്തിയ മുറവിളി ഒടുവിൽ ഭാഗികമായി വിജയിച്ചു. വില്ലൻ്റെ പേര് മാറ്റിയും അന്നത്തെ ആക്രമണത്തിൽ വർഗീയവാദികൾ സ്ത്രീകൾക്കെതിരെ നടത്തിയ കാമാതിക്രമവും കൊലപാതക പരമ്പരയുമൊക്കെ ആഴം കുറച്ച് അവതരിപ്പിച്ചും അതിജീവന സന്ധി ചെയ്തു പൃഥ്വിരാജും നിർമ്മാതാക്കളും. ഗുജറാത്ത് വംശഹത്യയിൽ നീതി നിഷേധിക്കപ്പെട്ടവരുടെ കഥ പറയുമ്പോൾ ഗോദ്രയും പറയണം എന്നാണ് നരേന്ദ്രഭായിയുടെ ഫാൻസ് അലമുറയിടുന്നത്. ഗോദ്രയിൽ ഒരു തീവണ്ടി കത്തിയതിന് 150 കിലോമീറ്റർ അപ്പുറത്ത് അഹമ്മദാബാദിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും കുഞ്ഞുങ്ങളെ ചുട്ടുകൊല്ലാനും വർഗീയ ഭീകരവാദികൾക്ക് അവകാശമുണ്ടായിരുന്നു എന്ന മട്ടിൽ കഥ എഴുതണമായിരുന്നു എന്നാണ് ബാബു ബജ്റംഗിമാരുടെ അനുയായികൾ ആവശ്യപ്പെടുന്നത്. ഡസൻ കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു തള്ളിയതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ബജ്റംഗയുടെ പേര് പോലും കഥയിൽ നിന്ന് തിരുത്തിച്ചു വർഗീയവാദികൾ. കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ പേരിൽ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ ബജ്റംഗയെ അപമാനിക്കാൻ അനുവദിക്കില്ല എന്നാണ് സംഘപരിവാരത്തിൻ്റെ നിലപാട്. അവരുടെ കണ്ണിൽ മുസ്ലിം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും റേപ്പ് ചെയ്യുന്നതും ചുട്ടുകൊല്ലുന്നതും പാപമല്ല, ധീരതയാണ്, ധർമ്മമാണ്. ഗുജറാത്തിലെ വംശഹത്യയിൽ മുറിവേറ്റ ഒരു മനുഷ്യൻ്റെ പ്രതികാര മനസ്സ് കഥയാക്കുമ്പോൾ ഗോദ്ര എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് വർഗീയവാദികൾ ചോദിക്കുന്നത്. ശരിയാണത്. 2002 ഗുജറാത്തിൻ്റെ കഥ പറയുമ്പോൾ ഗോദ്രയുടെ കഥ കൂടി പറയേണ്ടതായിരുന്നു. പക്ഷേ അത് ഏത് കഥയാണ് എന്നതാണ് ചോദ്യം, അല്ലെങ്കിൽ ഏതൊക്കെ കഥകളാണെന്ന്. ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയുടെ കഥ പറയുമ്പോൾ, അതിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗോദ്രയിലുണ്ടായ ട്രെയിൻ തീവയ്പ്പിനെക്കുറിച്ചും പറഞ്ഞേ മതിയാവൂ എന്ന് പറയുന്നത് ഉള്ളിൽ വിഷക്കൂട് നിറഞ്ഞിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. ഗുജറാത്തിൽ മുസ്ലിം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പൈശാചികമായി കൊല്ലാൻ അവിടുത്തെ ഹിന്ദുത്വ വർഗീയവാദികൾക്ക് കാരണമുണ്ടായിരുന്നു എന്നാണ് ഈ വിഷക്കൂട്ടം പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഗോദ്രയിൽ ട്രെയിനിന് തീപിടിച്ച് കർഷകർ കൊല്ലപ്പെട്ടതിന് അതുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യരെ റേപ്പ് ചെയ്തും ജനനേന്ദ്രിയം മുറിച്ചും കുത്തിയും ചുട്ടും കൊല്ലാൻ അവിടുത്തെ ഹിന്ദുക്കൾക്ക് അവകാശമില്ലേ എന്നാണ് ഇവർ പറയാതെ പറയുന്നത്. അതാണ് അവരുടെ മനസ്സ്. നോക്കൂ, ഗോദ്രയിൽ നിന്ന് 130 കിലോമീറ്റർ അപ്പുറത്ത് കത്തിത്തീർന്ന മനുഷ്യരിൽ ഭൂരിപക്ഷം പേർക്കും ഞങ്ങൾ എന്തിനാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് പോലും തിരിച്ചറിയാതെയാണ് അവർ മരിച്ചത്. അതുകൊണ്ട് അവിടെ നിന്ന് ചാവാതെ അതിജീവിച്ച ഒരു കുട്ടി തങ്ങളെ വേട്ടയാടിയ മനുഷ്യരോട് രോഷാകുലനാകും. ആ കുട്ടിയോട് ഗോദ്ര കൂടി ആലോചിക്കണം എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഗോദ്രയിൽ ആ കുട്ടിക്ക് എന്താണ് പങ്ക്? അഹമ്മദാബാദിൽ റേപ്പിനിരയായി ചോര വാർന്നു മരിച്ച ഒരു സ്ത്രീയുടെ മകന് 130 കിലോമീറ്റർ അപ്പുറത്തുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട എന്ത് ബാധ്യതയാണ് ഉള്ളത്? പക്ഷേ 2002 ഗുജറാത്ത് വംശഹത്യ കർഷകരുടെ മരണം കൂടി ഉൾച്ചേർന്നതാണെന്നും അതുകൊണ്ട് ആ വർഷത്തിൻ്റെ ചോരക്കഥ പറയുമ്പോൾ സബർമതി ട്രെയിനിൻ്റെ കഥയും പറയണമെന്ന് പറയുന്നവർ ഒരു കാര്യം ആലോചിക്കണം: അതിൽ എത്ര കഥകളുണ്ട് എന്ന്. ഒറ്റ നോട്ടത്തിൽ നിറയെ ദുരൂഹതകളുള്ള ആ സംഭവം പരിശോധിക്കുന്നതിന് മുൻപ് നാം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഏത് സമയത്തും നിമിഷാർദ്ധം കൊണ്ട് ഭീകരരൂപം പ്രാപിക്കാൻ കഴിയുന്ന ഒരു കലാപസംഘം സർവ്വസന്നാഹങ്ങളുമായി സജ്ജമായിരിക്കുമ്പോഴാണ് സബർമതി ട്രെയിനിന് തീ പിടിക്കുക എന്ന പ്രകോപനം സംഭവിക്കുന്നത്. പൊടുന്നനെ ഗുജറാത്തിൽ പലയിടത്തായി പൊട്ടിപ്പുറപ്പെട്ട ആക്രമണം 2000-ഓളം മുസ്ലിങ്ങളെ കൊന്നു. പോലീസ് നിഷ്ക്രിയമായ ഇടങ്ങളിലായിരുന്നു സകല പൈശാചികതയും അരങ്ങേറിയത്. സർക്കാർ സർവാർത്ഥത്തിലും നിസ്സംഗമായിരുന്നു 3 ദിവസം. 3 ദിവസത്തെ ഹിന്ദു രോഷം ആരാലും തടയപ്പെടില്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ ഉറപ്പുകൊടുത്തതായി പലരും പിന്നീട് പൊതുസമൂഹത്തോട് പറഞ്ഞു. അത്രയും മുന്നൊരുക്കം പലയിടങ്ങളിലായി ഒരേ സമയം അരങ്ങേറിയ കൂട്ടക്കൊലയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് വ്യക്തം.
മുസ്ലിങ്ങളെ വകവരുത്താനുള്ള പദ്ധതിയുമായി ഒരു തീപ്പൊരിക്ക് വേണ്ടി കാത്തിരുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യം. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സബർമതിയിൽ തീപിടുത്തം ഉണ്ടാകുന്നതെന്ന് ഒരിക്കലൂടി ഓർത്തുവച്ചേക്കുക. അയോധ്യ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ കർസേവകർ സഞ്ചരിച്ചിരുന്ന ട്രെയിനിലെ 2 ബോഗികൾക്കാണ് അന്ന് തീപിടിച്ചത്. 59 ആളുകൾ ആ ദുരന്തത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ മുസ്ലിം കച്ചവടക്കാരുമായി കർസേവകർ തർക്കത്തിലേർപ്പെട്ടുവെന്നും അതിന് പിന്നാലെ മുസ്ലിങ്ങൾ ട്രെയിനിന് തീവച്ചുവെന്നുമാണ് പോലീസ് കേസ്, അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ കഥ. പോലീസ് അന്വേഷണം, പിന്നാലെ ജുഡീഷ്യൽ അന്വേഷണം, ഒടുവിൽ 2011 പ്രത്യേക കോടതി 31 പേരെ കുറ്റക്കാരായി കണ്ടെത്തി. അതിൽ 11 പേർക്ക് വധശിക്ഷ വിധിച്ചു, ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തവും. മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് ആരോപിച്ചയാളടക്കം 63 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. 2011 ഗുജറാത്ത് ഹൈക്കോടതി 11 പേരുടെയും വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. അതിൽ ഒരാൾക്ക് മാത്രം 17 വർഷം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. ബാക്കി 30 പേരും ഇപ്പോഴും ഈ 23ാം വർഷത്തിലും ജയിലിൽ തുടരുന്നു. ഇത്രയുമാണ് ഗോദ്ര തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ. എന്നാൽ മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞുമിരിക്കേണ്ട വിവരങ്ങളും വസ്തുതകളും ഇവിടെ തീരുന്നില്ല. 2002 ഫെബ്രുവരി 27 തീവണ്ടിക്ക് തീപിടിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അതിനെ അപകടമെന്നാണ് പാർലമെൻറ്റിൽ പ്രസ്താവിച്ചത്. അന്ന് ജില്ലാ കളക്ടറായിരുന്ന ജയന്തി രവി സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷവും അതിനെ ഒരു അപകടം എന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ വളരെ പെട്ടെന്ന് അത് ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ നടത്തിയ വർഗീയ ആക്രമണമെന്ന് മാറ്റി വായിക്കപ്പെട്ടു. അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പുതിയ സന്ദർഭത്തിൽ നാം പരിശോധിക്കണം. 2002 ഫെബ്രുവരി 27 വൈകുന്നേരത്തോടെ ഗോദ്ര ദുരന്തം സംഭവിക്കുന്നു. ഏതെങ്കിലും വിവരങ്ങളുടെയോ അന്വേഷണ റിപ്പോർട്ടുകളുടെയോ ആധികാരികതയില്ലാതെ അത് പാകിസ്ഥാൻ ചാരസംഘടന ചെയ്ത കിരാതകൃത്യമാണെന്ന് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചു. തൊട്ടുപിന്നാലെ സംഭവമുണ്ടായ പ്രദേശത്തെ മുസ്ലിം കടകളും ചില വീടുകളും നോട്ടീസ് പോലും കൊടുക്കാതെ പൊളിച്ചെറിഞ്ഞു സർക്കാർ. എന്നിട്ട് രാകേഷ് അസ്താന എന്ന ഓഫീസർക്ക് അന്വേഷണ ചുമതല കൈമാറുന്നു. അസ്താനയുടെ നേതൃത്വത്തിൽ നടന്നത് സമാനതകളില്ലാത്ത മുസ്ലിം വേട്ട എന്നു തന്നെ പറയാം. ആ മേഖലയിലെ മുസ്ലിം ചെറുപ്പക്കാരെ കൂട്ടത്തോടെ ട്രെയിൻ തീപിടുത്തത്തിൽ അസ്താനയുടെ സംഘം പ്രതികളാക്കി. ഒരു ഘട്ടത്തിൽ ISI എന്നും മറ്റൊരിക്കൽ സിമി എന്നും പിന്നീട് പ്രാദേശികമായ ആസൂത്രണമെന്നും മയക്കുമരുന്ന് മാഫിയ എന്നുമൊക്കെ നിലപാട് മാറ്റി പറഞ്ഞ ഒടുക്കം 31 പേരെ എന്നേക്കുമായി ജയിലിലാക്കുന്നതിൽ കലാശിച്ചു മോദിക്ക് വേണ്ടി അസ്താന നടത്തിയ അന്വേഷണത്തിൻ്റെ ഗതി. ഇനി ഈ സംഭവത്തിലെയും അന്വേഷണത്തിലെയും സംശയങ്ങളും ദുരൂഹതകളും പരിശോധിക്കാം. ഒന്ന്, മുൻപ് പറഞ്ഞതുപോലെ ഗോദ്ര തീപിടുത്തത്തിലെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് ആക്ഷേപിച്ചയാൾ തന്നെ കുറ്റവിമുക്തനാക്കപ്പെട്ട കേസിൽ ബാക്കിയുള്ളവർ എങ്ങനെ ശിക്ഷിക്കപ്പെട്ടു എന്ന അടിസ്ഥാന ചോദ്യമാണ്. അത് നാം കാണുന്നില്ലേ? ഇന്ധനം വാങ്ങി ആസൂത്രിതമായി കർസേവകരുടെ ട്രെയിൻ കത്തിച്ചുവെന്നാണ് പോലീസ് കേസ്. എന്നാൽ ആ കഥയിലെ സാക്ഷികൾ തന്നെ പിന്നീട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. മുസ്ലിം യുവാക്കൾ ഞങ്ങളിൽ നിന്ന് ഇന്ധനം വാങ്ങിയെന്ന സാക്ഷിമൊഴി പോലീസ് പഠിപ്പിച്ചതാണെന്ന് പമ്പ് ജീവനക്കാരായ പ്രഭാസിൻ പട്ടേലും രഞ്ജിത് സിംഗ് പട്ടേലും വെളിപ്പെടുത്തി. പോലീസ് ഓഫീസർ നോയൽ പാമർ അങ്ങനെ മൊഴി നൽകാൻ ഞങ്ങൾക്ക് 2 പേർക്കും പണം നൽകിയെന്നും കുറച്ച് മുസ്ലിം യുവാക്കളെ ചൂണ്ടിക്കാണിച്ച് എല്ലാം പഠിപ്പിച്ചു തന്നുവെന്നും അവർ പറഞ്ഞു. പെട്രോൾ കൊണ്ടുവന്നു എന്ന് ആരോപിക്കുന്ന കന്നാസുകൾ കിട്ടിയത് സംഭവമുണ്ടായ സ്ഥലത്തു നിന്നേ ആയിരുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കെതിരെ സാക്ഷി പറഞ്ഞ പലരും പിന്നീട് ഞങ്ങൾ പൈശാചികമായ പീഡനത്തിന് ഇരകളാക്കപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തി. കുടുംബത്തെ കൊല്ലും എന്നടക്കം ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളെക്കൊണ്ട് അറിയാകഥ പറയിപ്പിച്ചത് എന്നവർ തെഹൽക്ക മാഗസിനോട് ഏറ്റുപറഞ്ഞു. എഴുതിക്കൊടുത്ത മൊഴികൾ പഠിപ്പിക്കാൻ പോലീസുകാർ ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്തുവെന്ന്, മുസ്ലിം യുവാക്കൾ കർസേവകരുടെ തീവണ്ടി കത്തിക്കുന്നത് കണ്ടുവെന്ന് സാക്ഷി പറഞ്ഞ 2 VHP പ്രവർത്തകരും ഒളിക്യാമറയിൽ നേരു പറയുന്നുണ്ട്. കാകുൽ പത്തക്കും മുരളീധർ മുൽച്ചന്ദും അന്ന് VHP പ്രവർത്തകരാണ്. സംഭവമുണ്ടാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നുവെന്നും ഗോദ്രയുടെ പരിസരത്തെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും പോലീസിൻ്റെ കഥയാണ് കോടതിയിൽ പറഞ്ഞത് എന്നും അവർ വ്യക്തമാക്കുന്നു. ട്രെയിൻ കത്തിക്കാൻ പോയവരുടെ മണ്ണെണ്ണ ക്യാനുകൾ റിക്ഷയിൽ കയറ്റാൻ സഹായിച്ചുവെന്ന മൊഴി കൊടുത്ത അജയ് കാനുവരിയ എന്നയാളുടെ അമ്മ തെഹൽക്കയോട് പറഞ്ഞത് തൻ്റെ മകനെ ഭയപ്പെടുത്തി സാക്ഷിയാക്കി എന്നാണ്. ഗോദ്രയിൽ ട്രെയിൻ കത്തുമ്പോൾ മകൻ വീട്ടിലായിരുന്നുവെന്നും അമ്മ ഒളിക്യാമറയിൽ സമ്മതിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളിൽ പ്രധാനികളെയെല്ലാം
തീവണ്ടി കത്തിയ പരിസരത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് പോലീസ് പറഞ്ഞതെങ്കിലും ഇവരെയെല്ലാം രാത്രി അവരവരുടെ വീടുകളിൽ നിന്നാണ് പിടിച്ചത് എന്ന് പിന്നീട് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നു. പോലീസ് സാക്ഷികളാക്കിയ VHP കാർ കർസേവകർക്ക് സ്വീകരണം നൽകാൻ വന്നവരായിരുന്നുവെന്ന് പറയുന്നു അന്വേഷണ സംഘം. പക്ഷേ അങ്ങനെ ഒരു സ്വീകരണ പരിപാടി അവിടെ നടന്നിട്ടേ ഇല്ല എന്നാണ് പിന്നീട് മനസ്സിലാവുന്നത്. അങ്ങനെയൊന്നിന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. പ്രകോപന മുദ്രാവാക്യം മുഴക്കിയതിനും ആയുധങ്ങളുമായി സ്ഥലത്തെത്തിയതിനുമൊക്കെ പ്രതി ചേർക്കപ്പെട്ടവരും തീവെപ്പ് നേരിൽ കണ്ടുവെന്ന് മൊഴി നൽകിയവരുമൊന്നും ആ സമയം സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വിവിധ വസ്തുതാന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ റെയിൽ മന്ത്രി ലാലു പ്രസാദ് യാദവ് ഗോദ്ര തീവെപ്പ് കേസ് അന്വേഷിക്കാൻ ജസ്റ്റിസ് ഉമേഷ് ചന്ദ്ര ബാനർജിയെ കമ്മീഷനായി നിയമിച്ചു. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും സുപ്രീം കോടതി അഭിഭാഷകനായും പ്രവർത്തിച്ച് വിരമിച്ചയാളാണ് UC ബാനർജി. സാർക്ക് നിയമത്തിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നത് ഓർക്കണം. അന്വേഷണം തുടങ്ങിയ ബാനർജി കമ്മീഷൻ 2005 ജനുവരിയിൽ ഇടക്കാല റിപ്പോർട്ട് അവതരിപ്പിച്ചു. തീ പിടിച്ചത് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്നായിരുന്നു ബാനർജി കമ്മീഷൻ്റെ നിഗമനം. പാചകത്തിനിടയിലോ മറ്റോ സ്റ്റൗവിൽ നിന്ന് ആകസ്മികമായി പടർന്ന തീയാണ് അപകടം ഉണ്ടാക്കിയതെന്ന് കമ്മീഷൻ കണ്ടെത്തി. ഇരകളുടെ പരിക്കുകൾ പരിശോധിച്ചാൽ അത് അകത്തുനിന്ന് ഉണ്ടായ അഗ്നിബാധയിൽ ഏറ്റതുപോലെ കണക്കാക്കാൻ കഴിയുമെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടുകൾ മുന്നിൽ വെച്ചുകൊണ്ട് കമ്മീഷൻ വിശദീകരിച്ചത്. തെളിവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അന്നത്തെ റെയിൽ മന്ത്രാലയം സ്വീകരിച്ച സമീപനത്തെയും UC ബാനർജി കമ്മീഷൻ നിശിതമായി വിമർശിക്കുന്നുണ്ട്. എന്നാൽ UC ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വസ്തുതാവിരുദ്ധമാണെന്നാരോപിച്ച് ഗുജറാത്ത് ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് പാർലമെൻറ്റ് മേശപ്പുറത്ത് വയ്ക്കാൻ അന്നത്തെ സർക്കാരിന് കഴിഞ്ഞില്ല. എന്നാൽ 2006 സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലും UC ബാനർജി കമ്മീഷൻ തൻ്റെ കണ്ടെത്തലുകളിൽ ഉറച്ചു തന്നെ നിന്നു. അതിനിടെ ഗോദ്ര കേസ് അന്വേഷിച്ച അസ്താനയുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. രാജ്യത്തെ ഏറ്റവും പ്രബലനായ IPS ഓഫീസറായി അയാൾ ഉയർന്നു വരുന്നതാണ് പിന്നീട് കണ്ടത്. വന്നുവന്ന് CBIയുടെ ഇടക്കാല മേധാവി എന്ന പദവിയിലേക്ക് വരെ അദ്ദേഹം എത്തി. ഗുജറാത്ത് ആസ്ഥാനമായുള്ള സൻഡേസാര കമ്പനിയിൽ നിന്ന് 3.5 കോടി രൂപ അസ്താന കൈക്കൂലി വാങ്ങിയെന്നടക്കമുള്ള ആരോപണങ്ങളെയും അതേ ചൊല്ലിയുള്ള എതിർപ്പുകളെയും എല്ലാം തള്ളിക്കൊണ്ടാണ് അസ്താനയെ പുതിയ പദവികളിലേക്ക് സർക്കാർ പിന്നീട് എടുത്തെടുത്തുയർത്തിയത്. പറഞ്ഞു വന്നത് എന്തെന്നാൽ അയോധ്യയിൽ പോയി വന്ന കർസേവകരെ ഗുജറാത്തിലെ മുസ്ലിങ്ങൾ തീവച്ചു കൊന്നു എന്ന പേരിൽ നിയമപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഗോദ്ര ട്രെയിൻ കേസിനെ ഇത്തരം ചില ദുരൂഹതകൾ ചൂഴ്ന്നു നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒന്നിനെ പോലീസ് കേസ് പോലെ സിനിമയിൽ രേഖപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ സംഘപരിവാരത്തിൻ്റെ മുറവിളി. എന്നാൽ ഗോദ്രയുടെ പ്രതികാരമെന്ന പേരിൽ അവിടെയും 130 കിലോമീറ്റർ അപ്പുറത്ത് അഹമ്മദാബാദിലുമടക്കം അരങ്ങേറിയ മുസ്ലിം വിരുദ്ധ വേട്ടയ്ക്ക് ഒറ്റ വശമേ ഉള്ളൂ. അത് ഹിന്ദുത്വ വർഗീയവാദികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ വംശഹത്യയായിരുന്നു. അവർ പോലും അത് നിഷേധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എമ്പുരാൻ സിനിമയിൽ വില്ലനായി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ഗുജറാത്ത് വംശഹത്യയിലെ ജീവിച്ചിരിക്കുന്ന പൈശാചിക രൂപിയാണ്. ബാബു ബജ്റംഗി എന്നാണ് അയാളുടെ പേര്. സ്ത്രീകളും കുട്ടികളുമടക്കം ഡസൻ കണക്കിന് പേരെ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കിയ നരോദ പാട്ടിയ കൂട്ടക്കൊലക്കേസിലെ പ്രധാനി. അഹമ്മദാബാദിനടുത്തുള്ള നരോദയിൽ 5000-ഓളം വരുന്ന ഹിന്ദുത്വ കൂട്ടം 97 മുസ്ലിങ്ങളെ ദയാരഹിതമായി കൊന്നുതള്ളിയ കേസാണത്. ഗോദ്ര തീപിടുത്തത്തിൻ്റെ തൊട്ടടുത്ത ദിവസം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഖ്യാപിച്ച ബന്ദ് ദിനത്തിലാണ് കൂട്ടക്കൊല അരങ്ങേറുന്നത്. 10 മണിക്കൂറോളം നീണ്ടുനിന്ന നരമേധത്തിൽ കൂട്ടബലാത്സംഗം, തീവച്ച് കൊലപ്പെടുത്തൽ, മാനഭംഗങ്ങൾ, കടകളും വീടുകളും കൊള്ളയടിക്കൽ, അങ്ങനെ സർവ്വതരത്തിലുള്ള ക്രൂരതയും അരങ്ങേറി. ഇതിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടയാളാണ് ബാബു ബജ്റംഗി. മുസ്ലിം കുഞ്ഞുങ്ങളടക്കമുള്ളവരെ കൊന്നു തള്ളിയതിൽ തനിക്ക് ലവലേശം കുറ്റബോധമില്ലെന്നും അവസരം കിട്ടിയാൽ ഇനിയും കൊന്നൊടുക്കുമെന്നും ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞയാളാണ് ബജ്റംഗി. ബാബു ബജ്റംഗി മാത്രമല്ല, ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് തെഹൽക്ക നടത്തിയ ഓപ്പറേഷനുകൾ, വിവിധ വസ്തുതാന്വേഷണ സംഘങ്ങൾ, ഇവരുടെ എല്ലാം കണ്ടെത്തലുകൾ കലാപത്തിലെ സംഘപരിവാര ആസൂത്രണം വെളിപ്പെടുത്തുന്നതായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു കലാപത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എന്ന വാദം ഹിന്ദുത്വ പരിവാരത്തിന് പോലുമില്ല എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആ കഥയാണ് എമ്പുരാനിൽ മുരളി ഗോപിയും പൃഥ്വിരാജും പറയാൻ ശ്രമിച്ചത്. പഴയ ഗുജറാത്ത് മോദി എന്ന നേതാവിനെ സൃഷ്ടിക്കുകയും സംഘപരിവാരത്തിൻ്റെ ഭരണമുഖത്തെ സാധ്യമാക്കുകയും ചെയ്തുവെന്നതാണ് പിൽക്കാലത്തെ ഇന്ത്യൻ കഥ. ഗുജറാത്തിലും ഉലയാത്ത ഭരണമെന്ന ലക്ഷ്യമുറപ്പിക്കാൻ
BJPക്ക് അതുവഴി കഴിഞ്ഞുവെങ്കിലും ഇപ്പോൾ ആ കഥകൾ അധികം സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ ലോക ഗുരുവായും സമാധാനത്തിൻ്റെ പ്രവാചകനുമായൊക്കെ അവതരിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ തലതൊട്ടപ്പനാണ് ഇന്നത്തെ രാഷ്ട്രനായകനെന്ന് ചൂണ്ടിക്കാട്ടിയ BBC ഡോക്യുമെൻ്ററിയെ അവർ ഇവിടെ നിന്ന് പറപ്പിച്ചത്. BBCയെ തന്നെ റെയ്ഡ് ചെയ്ത് പേടിപ്പിച്ചത്. സാധാരണ നിലയ്ക്ക് പണ്ട് കങ്കണ റണൌത്ത് പറഞ്ഞതുപോലെ 2002 മോദിജി കാട്ടിയ വിരാട് രൂപത്തിൻ്റെ കഥ അവരെ ആവേശഭരിതരാക്കേണ്ടതാണ്. ആ വിഭജനബോധം അവർക്ക് കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച് നൽകേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അതിലല്ല അവരുടെ ഊന്നൽ. മോദിയെ നേരിട്ട് ആക്രമിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പഴയ കഥകൾ കുത്തി പുറത്തിടുന്ന ഒരേർപ്പാടിനെയും അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ ഉലക നായകനാക്കി പ്രതിഷ്ഠിക്കാനുള്ള ഉദ്യമത്തിന് അത് തടസ്സമായേക്കും. അതുകൊണ്ട് മോദിയെ ലോകാരാധ്യനാക്കി അവതരിപ്പിക്കുന്ന സിനിമകളെ മാത്രമേ പരിവാരം ഇപ്പോൾ ഈ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. സിനിമകൾ എല്ലാ കാലത്തും വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. അതിനാണ് സിനിമകൾ ഉണ്ടാകുന്നത്. വർത്തമാനകാല രാഷ്ട്രീയം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പാർട്ടികൾക്ക് അനുകൂലമാവും, ചിലപ്പോൾ ചില പാർട്ടികൾക്ക് എതിരാവും. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം. ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു പ്രഖ്യാപിതമായ വിധി ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ പ്രകടനത്തിൽ പോലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥമെന്നാണ് ആ ചോദ്യം സുപ്രീം കോടതി ചോദിച്ചത്. കേരള സ്റ്റോറിക്കും ചാവയ്ക്കും കശ്മീർ ഫയൽസിനുമൊക്കെ മാത്രമേ പ്രോത്സാഹനവും നികുതി ഇളവുമൊക്കെ കിട്ടൂ. പ്രധാനമന്ത്രി തന്നെ അത്തരം ചിത്രങ്ങൾക്ക് പ്രചാരകനായി എത്തുകയും ചെയ്യും. മറിച്ചാരെങ്കിലും ശ്രമിച്ചാൽ അവരെ ഭരണകൂടത്തിൻ്റെ ആയുധങ്ങൾ കീറി മുറിക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് മോഹൻലാലിൻ്റെ മാപ്പും എമ്പുരാൻ സിനിമയുടെ അണിയറക്കാർക്കെതിരെ നടന്ന ഏജൻസി ആക്രമണവും. 2002 ഗുജറാത്ത് വംശഹത്യ എന്നത് യാഥാർത്ഥ്യമാണ്. അതൊരു റിയാലിറ്റിയാണ്. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ അവർ മാച്ചുകളയാൻ ശ്രമിക്കുകയാണ്. മോദിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു ഉള്ളടക്കവും ആരും ഉണ്ടാക്കേണ്ട എന്നാണ് ഗോകുലം ഗോപാലിൻ്റെ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിലും പൃഥ്വിരാജിന് നൽകിയ IT നോട്ടീസിലും കേന്ദ്ര സർക്കാർ നൽകുന്ന സന്ദേശം. കീർത്തിചക്രയിലും മറ്റും അഭിനയിച്ചതിന് മോഹൻലാലിന് നൽകിയ കേണൽ പദവി തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടത് BJPയുടെ ഒരു ദേശീയ കൗൺസിൽ അംഗമാണ്. അതായത് BJPക്ക് അഹിതമായത് ചെയ്തതിന് മോഹൻലാലിന് പട്ടാളം നൽകിയ ബഹുമതി തിരിച്ചെടുക്കണമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ പട്ടാളവും രാഷ്ട്രവുമെല്ലാം BJPയുടേതാണെന്ന്. സംസ്ഥാന BJP പ്രത്യേക യോഗം കൂടി സെൻസർ ബോർഡിനെ ആക്രമിക്കുന്നത് കണ്ടു. സംസ്ഥാന പ്രസിഡന്റ് തന്നെ പടം ബഹിഷ്കരിക്കണമെന്ന് പരോക്ഷമായി ആഹ്വാനം ചെയ്തു. മോഹൻലാലിനേക്കാൾ പരിധിവിട്ട ആക്രമണം പൃഥ്വിരാജ് നേരിട്ടു. പൃഥ്വിരാജിന് IS ബന്ധമുണ്ടെന്ന ആരോപണവുമായി യുവമോർച്ചയുടെ ഉത്തരവാദപ്പെട്ട നേതാവ് തന്നെ രംഗപ്രവേശം ചെയ്തു. അങ്ങനെ IS ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കേന്ദ്ര സർക്കാർ എന്തു ചെയ്യുകയാണെന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ഞങ്ങളുടെ എതിർപക്ഷത്തായാൽ എന്തു മോശത്തരവും ഞങ്ങൾ അവർക്കെതിരെ പറയും എന്നതാണ് ലൈൻ. മോദിക്കും BJPക്കും വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയ പാരമ്പര്യമുള്ള വോട്ട് പിടിച്ച മല്ലികാ സുകുമാരനെ അടക്കം ഇതിലേക്ക് അവർ വലിച്ചിട്ട് ആക്രമിച്ചു. പൃഥ്വിരാജിൻ്റെ പിതാവ് ഏതോ മുസ്ലിമാണെന്ന് ആക്ഷേപിക്കാൻ തക്കവണ്ണം വിഷമനസ്സുള്ള സർപ്പങ്ങൾ സോഷ്യൽ മീഡിയയിൽ തലപൊക്കി വന്നു. ഇനി മേലാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ പടമെടുക്കാൻ തുനിഞ്ഞാൽ ഇതായിരിക്കും ഗതിയെന്ന് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് BJPയും അവരുടെ പടയും. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ ഇന്ത്യൻ കാലാവസ്ഥയിൽ എമ്പുരാൻ തികച്ചും അസാധാരണമായൊരു കൃത്യം നിർവഹിച്ചിരിക്കുന്നു. ഇന്ന് സബ്കാ സാത്ത് സബ്കാ വികാസ് പോലെയുള്ള മുദ്രാവാക്യങ്ങളുടെ ആവരണത്തിൽ മുഖം മിനുക്കി നിൽക്കുന്ന നേതാക്കളും അവരുടെ രാഷ്ട്രീയവും ചോര പുരണ്ട വഴികളിലൂടെ കടന്നു വന്നവരാണ് എന്ന് പറയാൻ ഒരു സിനിമാ സംഘം സന്നദ്ധമായിരിക്കുന്നു. ആ സിനിമയും പിന്നീടുണ്ടായ വിവാദങ്ങളും ഗുജറാത്ത് വംശഹത്യയുടെ നിലവിളി മുഴങ്ങുന്ന കാലത്തേക്ക് നമ്മെ വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു വംശഹത്യ നടന്നതിനെക്കുറിച്ച് അറിവില്ലാതിരുന്ന പുതിയ തലമുറയ്ക്ക് മുന്നിൽ ചോര പുരണ്ട കഥയുടെ ചുരുളഴിക്കാൻ ഈ സിനിമ നിദാനമാകുന്നു. ചരിത്രത്തിലെ മുസ്ലിം രാജാക്കന്മാരെ വില്ലന്മാരാക്കി മാത്രം സിനിമകളുണ്ടാക്കി വിഭജനത്തിനാക്കം കൂട്ടുന്ന കലാപങ്ങൾക്ക് തിരികൊളുത്തുന്ന ബോളിവുഡിന് ഒരു ചെക്ക് വയ്ക്കാൻ മലയാളത്തിന് കഴിഞ്ഞിരിക്കുന്നു. നിശ്ചയമായും അതത്രയും നല്ല കാര്യം. പക്ഷേ ഇനി അതിൻ്റെ തുടർച്ചയുണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അത് വേറെ സത്യം. സത്യങ്ങൾ ഉറക്കെ പറയണമെന്ന സിനിമക്കാരുടെ ബോധ്യത്തിന് ഈ സംഭവങ്ങൾ കൂടുതൽ കരുത്തു നൽകട്ടെ എന്ന് പ്രത്യാശിക്കാം. ഒപ്പം സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനവും കലാസൃഷ്ടിയും ഈ നാട്ടിൽ സാധ്യമല്ലാതായിരിക്കുന്നു എന്നത് ഒരു കൽപ്പിത കഥയല്ലെന്ന് കൂടുതൽ പേർക്ക് പിടികിട്ടട്ടെ. അതവരെ കൂടുതൽ ജനാധിപത്യ ഭരണഘടനാ ബോധ്യമുള്ളവരാക്കി മാറ്റട്ടെ. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.